മൊബൈൽ ഫോൺ ചാർജർ ചോദിച്ച് വീട്ടിലെത്തി. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് 13-കാരന് ക്രൂരമായ പ്രകൃതിവിരുദ്ധ പീഡനം. കോട്ടയത്ത് കുന്നംപുള്ളി 62-കാരനെ അറസ്റ്റ് ചെയ്ത് കോട്ടയം ഈസ്റ്റ് പോലീസ്. എനിക്കിപ്പോൾ ഈ കുറേ എണ്ണങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. 3 പേര്. ആരാ? വട്ടിയൂർക്കാവ് അജിത് കുമാർ, പ്രിയങ്ക പ്രിയങ്ക എന്ന് പറഞ്ഞ നടി, പിന്നെ രാഹുൽ ഈശ്വർ. ഇവർ മെൻസ് കമ്മീഷൻ, പുരുഷ കമ്മീഷൻ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര രീതിയിൽ പുരുഷന്മാർക്ക് നീതി എന്നുള്ളത്. ഇവിടെ ഈ 13-കാരന് ഇതുപോലെ ഒരുപാട് ആൺകുട്ടികളുണ്ട്, ചെറിയ പ്രായമുള്ള ആൺകുട്ടികൾ. അത് ചെറിയ പെൺകുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്നതിനെ പോലെ തന്നെ ആൺകുട്ടികളെയും പീഡനത്തിന് ഇരയാക്കുന്നുണ്ട്. ഇവർക്കെതിരെ ഒരു നീതി വാങ്ങിക്കൊടുക്കാനോ ഇവർക്ക് വേണ്ടി സംസാരിക്കാനോ ഈ 3 കാണുന്നില്ല. അല്ലെങ്കിൽ ഇവർ സ്ത്രീകളെയൊക്കെ അടിച്ചു വാഴ്ത്തി പുരുഷന് ഇത് വേണം, പുരുഷന് സ്വാതന്ത്ര്യം വേണം, ഇതൊക്കെ വേണം, പുരുഷൻ്റെ പിന്നിൽ കിടക്കണം, മറ്റേടത്ത് കിടക്കണം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഓരം പ്രസംഗിക്കുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ട് ഇതുപോലുള്ള ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പോൾ ഇവരെ ഏറിയൊന്നും പ്രതികരിക്കാൻ വരാത്തത്? ഇപ്പോൾ വനിതാ കമ്മീഷനും പോലെയാണ് പുരുഷ കമ്മീഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വനിതാ കമ്മീഷനിൽ മെയിനായിട്ട് മറ്റേ പീഡനങ്ങൾ മാത്രമല്ല, ഇത് ഭർത്തൃപീഡനം നടക്കുന്നുണ്ട്. ഈ ഭർത്തൃപീഡനം എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ അമ്മ ഉൾപ്പെടും. അറിയാലോ, അമ്മായിയമ്മ പോര്. അതൊക്കെ സർവ്വസാധാരണമായിട്ട് കേൾക്കാറുള്ള കാര്യമാണ്. അവർക്കെതിരെയും, അവരൊരു സ്ത്രീയാണ്, ആ സ്ത്രീക്കെതിരെയും നടപടിയെടുക്കും. ഇതുപോലെ തന്നെ ഒരു പുരുഷന്മാർ, അതായത് ഒരു ആൺകുട്ടികൾ പീഡനം ഏൽക്കുമ്പോൾ ഈ പുരുഷ കമ്മീഷൻ രൂപീകരിക്കുന്ന ആളുകൾ ഈ പീഡനത്തിന് കുറ്റക്കാരനായ ആണിനെ എന്തുകൊണ്ട് അതിനെതിരെ അതിനെതിരെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനോ, അതുപോലെ തന്നെ ഇതുപോലുള്ള ഇരയാക്കപ്പെടുന്ന ആൺകുട്ടിക്ക് സംരക്ഷണം കൊടുക്കാനോ ആശ്വസിപ്പിക്കാനോ പിന്നെ അവരെ തിരിച്ചു വഴിയിൽ കൊണ്ടുവരാൻ ഇവരാരും ശ്രമിക്കുന്നില്ല. അതുതന്നെയാണ് ഈ മെൻസ് കമ്മീഷൻ ഉണ്ടാക്കുന്നവരൊക്കെ ആ പരിപാടിക്ക് എല്ലാ സ്ത്രീകളെ അടിച്ചു താഴ്ത്താമെന്ന് മാത്രം പോരാ, ഇതുപോലുള്ള കാര്യങ്ങൾക്കും ഇടപെടണം. തീർച്ചയായിട്ടും നമ്മുടെ ആൺകുട്ടികളായാലും പോലും പിന്നെ മാതാപിതാക്കളോട്, ചെറിയ ആൺകുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾ ആരെയും ഒറ്റയ്ക്കിട്ടിട്ട് പോകരുത്. കഴിവതും അവനെക്കുറിച്ചുള്ള ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുക. ഓരോ കാര്യങ്ങളൊക്കെ വന്ന് എന്തൊക്കെ നടക്കണോ, ആരൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഇങ്ങനെ മോശമായ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അതൊക്കെ പെൺകുട്ടിയെന്ന് ചോദിച്ചറിയുന്ന പോലെ ആൺകുട്ടികളിൽ നിന്നും ചോദിച്ചറിയേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഈ കമ്മീഷനൊക്കെ ഇവിടുന്ന് പുരുഷ കമ്മീഷൻ വരണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ബോച്ചയ്ക്ക് സമ്പാദ്യനും, അതുപോലെ ദിലീപേട്ടൻ, അതുപോലെ മറ്റു കാശുള്ള പ്രമുഖന്മാർക്ക് വേണ്ടി മാത്രമല്ല, സാധാരണ ഈ കുട്ടികൾക്കും വേണ്ടിയും ഇതുപോലെ ആക്രമിക്കപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അതായത് സാധാരണക്കാരൊക്കെ പിടിച്ച് ആക്രമിക്കുന്നവരുണ്ട്. അത് പീഡനമല്ല രീതിയിൽ ആക്രമിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയും ഈ ശബ്ദം ഉയർത്തിയാൽ നന്നായിരിക്കും.